കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2 തവണ KPCC അധ്യക്ഷനായി പ്രവർത്തിച്ച തെന്നല ബാലകൃഷ്ണപിള്ള 2 തവണ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 3 തവണ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിട്ടുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഷൈന്റെ പിതാവ് CP ചാക്കോ മരിച്ചു. ഷൈന് പരിക്കുണ്ട്. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ ഹൊഗനയ്ക്കൽ വെച്ച് പുലർച്ചെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ഷൈനിനെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഷൈനും പിതാവും മാതാവും സഹോദരനും ഒരു സഹായിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഷൈന്റെ അമ്മയ്ക്കും പരിക്കുണ്ട്. ചികിത്സാർത്ഥം മംഗളൂരുവിൽ പോയി മടങ്ങവെയാണ് അപകടമുണ്ടായത്. അതേസമയം ഷൈന്റെ അച്ഛൻ ചാക്കോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അപകടത്തിൽ പരിക്കേറ്റ ഷൈനെയും അമ്മയെയും അനിയനെയും പ്രത്യേക ആംബുലൻസിൽ തൃശൂരിലേക്ക് കൊണ്ടുപോകും. നടിയും പ്രൊഡ്യൂസറുമായ സാന്ദ്ര തോമസിന് നേരെ വധഭീഷണി ഉയർത്തിയ പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെ സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ട്. ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിറ്റാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. തനിക്കെതിരെ വധഭീഷണി ഉയർന്നിട്ടും ഫെഫ്ക ജനറൽ സെക്രട്ടറി നടപടിയെടുത്തില്ലെന്ന് സാന്ദ്ര പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു സാന്ദ്രയ്ക്ക് നേരെ വധഭീഷണി ഉയർന്നത്. കൂടാതെ സാന്ദ്രയുടെ പിതാവ് തോമസിനെ കൊല്ലുമെന്നും ഓഡിയോ സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ലക്ഷദ്വീപ് സ്കൂളുകളിലെ ഭാഷാ പരിഷ്കരണം നടപ്പാക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതി. നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ലക്ഷദ്വീപ് അധ്യക്ഷൻ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഭാഗമായി അറബിക് മഹൽ ഭാഷകൾ ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നടപടി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ലക്ഷദ്വീപിൽ തിങ്കളാഴ്ച സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ നടപടി. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ ഡയറക്ടർ പത്മകാർ രാം ത്രിപാഠിയാണ് പദ്ധതി നടപ്പാക്കാൻ ഉത്തരവിട്ടത്. ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി ശിവാലിക് താഴ്വര. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ചുപാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലത്തിൽ കൂടിയുള്ള ആദ്യ തീവണ്ടി ഓട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒറ്റത്തൂണിൽ 96 കേബിളുകളുടെ കരുത്തിൽ നിൽക്കുന്ന 5 പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത് ആദ്യമായാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെത്തുന്നത്. രാജ്യത്തെ കോവിഡ് കേസുകൾ 5000 കടന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 5364 കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. 1679 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഗുജറാത്ത് 615 കേസുകൾ, വെസ്റ്റ് ബംഗാൾ 596, ഡൽഹി 562 എന്നിങ്ങനെയാണ് കോവിഡ് കേസുകൾ. ഇലൺ മസ്കിന് നൽകിയിരിക്കുന്ന സർക്കാർ സബ്സിഡികളും കരാറുകളും റദ്ദാക്കുമെന്ന US പ്രസിഡന്റ് വെല്ലുവിളിക്ക് മറുപടിയുമായി ഇലൺ മസ്ക് തന്റെ സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്ന പ്രസിഡന്റിന്റെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ സ്പേസ് എക്സിന് ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ തന്നെ ഡീകമ്മീഷൻ ചെയ്യാൻ ആരംഭിക്കുമെന്ന് മസ്ക് പറഞ്ഞു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള 2 പതിറ്റാണ്ടോളം നീണ്ട കരിയറിന് വിരാമമിടുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് താരം അറിയിച്ചത്. 2007 T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ് എന്നിവ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ചൗള.